ഇറാൻ ഇസ്രയേൽ സംഘർഷത്തോടെ രാജ്യാന്തര വിപണിയിൽ എണ്ണവിലയും സ്വർണ്ണവിലയും കുതിച്ചുയർന്നു. എണ്ണവിലയിൽ ഒറ്റയടിക്ക് 13% വർധന. കേരളത്തിൽ സ്വർണ്ണവില പവന് 1560 രൂപ കൂടിയിരിക്കുകയാണ്. സായ്കുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സായ്കുമാർ, ഒരു പശ്ചിമേഷ്യൻ സംഘർഷം എന്നതിനപ്പുറം ഇറാനും ഇസ്രയേലും ഇപ്പോൾ തുടരുന്ന ഈ ഒരു സംഘർഷ സമാനമായ അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് നയിക്കാവുന്ന ഒരു സാഹചര്യം, അത് വിപണിയെ എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പിടിച്ചുലയ്ക്കുന്നത്? പ്രതിഫലനം എങ്ങനെ? സുജിയ, ഇപ്പോൾ ഒരു യുദ്ധ ആശങ്കയിൽ തന്നെയാണ് ലോകം ഉള്ളത്. ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം ഇറാനിൽ വീണ്ടും ഇസ്രയേൽ ആക്രമണം നടത്തിയെന്നാണ്. ഷിറാസിലും തബ്രീസിലും ആക്രമണം ഉണ്ടായി എന്ന് ഇപ്പോൾ ഇറാൻ മാധ്യമങ്ങൾ ഏറ്റവും ഒടുവിലായി റിപ്പോർട്ട് ചെയ്യുകയാണ്. അതായത് ഇപ്പോഴും ഇസ്രയേൽ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകം ഉറ്റുനോക്കുന്നത് ഇത് വിപണിയെ, അതായത് ഇറാനും ഇസ്രയേലും തമ്മിൽ യുദ്ധമുണ്ടായാൽ അത് ലോക വിപണിയെ കാര്യമായി തന്നെ ബാധിക്കും എന്ന് ഉറപ്പാണ്. ഇപ്പോൾ തന്നെ അതിൻ്റെ പ്രതിഫലനങ്ങൾ വിപണിയിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ക്രൂഡ് ഓയിലും സ്വർണ്ണ വിപണിയിലും ആ മാറ്റങ്ങൾ പ്രകടമാവുകയാണ്. രാജ്യാന്തര വിപണിയിൽ തന്നെ എണ്ണവില കുതിക്കുന്നു ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഏറ്റുമുട്ടൽ. അത് യുദ്ധത്തിലേക്ക് നീങ്ങിയിട്ടില്ല. ഏകപക്ഷീയമായ ഒരു ആക്രമണം ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായതാണ്. പക്ഷെ ആ ഘട്ടത്തിൽ തന്നെ വിപണിയിൽ ഇപ്പോൾ ചലനങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ക്രൂഡ് ഓയിൽ ഉൽപ്പാദനവും വിതരണവും തടസ്സപ്പെടുന്നത് അത് മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നടക്കം, അതായത് ഇറാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ നിന്ന് മാത്രമല്ല, മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് പോലും വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. അതായത് ഹോർമുസ് കടലിടുക്ക് വഴിയാണ് ലോക വിപണിയിലേക്ക് പ്രധാനമായും ഈ ഇന്ധനങ്ങൾ എത്തുന്നത്. അത് ഇറാന്റെ സ്വാധീന മേഖലയാണ്. നോക്കൂ സായ്കുമാർ, ഡൊണാൾഡ് ട്രംപിന്റെ ഇക്കാര്യത്തിലെ ഇടപെടൽ, ഇനി മധ്യസ്ഥതയൊന്നും വേണ്ട എന്ന് അല്ലെങ്കിൽ ചർച്ചയൊന്നും ഇല്ല എന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. പക്ഷേ ഡൊണാൾഡ് ട്രംപ് പറയുന്നത്, ഐ ഗേവ് ഇറാൻ ചാൻസ് ആഫ്റ്റർ ചാൻസ് ടു മേക്ക് എ ഡീൽ. ഐ ടോൾഡ് ദം ഇൻ ദ സ്ട്രോങ്സ്റ്റ് ഓഫ് വേർഡ്സ് ടു ജസ്റ്റ് ഡു ഇറ്റ്, ബട്ട് നോ മാറ്റർ ഹൗ ഹാർഡ് ദേ ട്രൈഡ്, നോ മാറ്റർ ഹൗ ക്ലോസ് ദേ ഗോട്ട്, ദേ ജസ്റ്റ് കുഡ്ന്റ് ഗെറ്റ് ഇറ്റ് ഡൺ എന്ന് പറഞ്ഞുകൊണ്ട് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് ഈ സംഘർഷത്തിലേക്ക് നയിച്ചത് എന്ന് ആവർത്തിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ അത് ഒരു യുദ്ധത്തിലേക്ക് എത്തുന്ന ഒരു രീതിയിൽ എരുതിയിൽ എണ്ണയൊഴിക്കുകയല്ലേ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ? തീർച്ചയായും ഇതിൽ അമേരിക്കയുടെ പങ്ക് നമുക്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ് സുജിയ. കാരണം ഇങ്ങനെ ഒരു ആക്രമണം നടക്കും എന്ന് ആദ്യ സൂചന നൽകിയതും അമേരിക്കയാണ്. കഴിഞ്ഞ ദിവസം വാഷിംഗ്ടൺ പോസ്റ്റിലാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് ആദ്യം വരുന്നത്. ഇസ്രയേൽ വലിയൊരു ആക്രമണത്തിന് കോപ്പുകൂട്ടുന്നു, അങ്ങനെ വരും എന്ന് പറഞ്ഞപ്പോൾ തന്നെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ അടക്കം പിൻവലിക്കുകയാണ് അമേരിക്ക ചെയ്തത്. അതോടൊപ്പം അവർ പരസ്യമായി പറയുകയും ചെയ്തു, ഇപ്പോൾ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് തങ്ങളുടെ പിന്തുണയിൽ അത് ഇസ്രയേൽ തന്നെ നടത്തുന്നതാണ് എന്നാണ്. പക്ഷേ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണയടക്കം ഇറാനെ കുറ്റപ്പെടുത്തി വരുമ്പോൾ സ്വാഭാവികമായും നമുക്ക് സംശയിക്കേണ്ടി വരും അമേരിക്കയുടെ മൗനസമ്മതം ഇസ്രയേലിന് ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളത്. പക്ഷേ ഇറാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, തങ്ങളെ ഏതെങ്കിലും തരത്തിൽ ആക്രമിച്ചാൽ ആ തിരിച്ചടി ഭയാനകമായിരിക്കും. ഗൾഫ് രാഷ്ട്രങ്ങളിലടക്കം അമേരിക്കൻ സൈന്യക്ക് താവളങ്ങളുണ്ട്, അവിടെയൊക്കെ ഒരു തിരിച്ചടി അമേരിക്ക ഭയക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് എല്ലായിടങ്ങളിൽ നിന്നും അവരുടെ സൈന്യത്തെ ഇപ്പോൾ അമേരിക്കയടക്കം പിൻവലിക്കുന്നത്, യാത്രാവിമാനങ്ങൾ റദ്ദാക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇതിപ്പോൾ അമേരിക്ക കൂടി പരസ്യമായി ഇറാനെ കുറ്റപ്പെടുത്തി രംഗത്ത് വരികയാണെങ്കിൽ സ്വാഭാവികമായും ഇറാൻ ഇനിയൊരു തിരിച്ചടിക്ക് മുതിരുകയാണെങ്കിൽ അതെങ്ങനെയാകും എന്നുള്ളതാണ് ലോകത്തെ ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്നത്. അത് ലോക വിപണി, പ്രത്യേകിച്ച് ഇന്ത്യ അടക്കമുള്ള 90% ഇന്ധനവും ഇറക്കുമതിയിലൂടെ ആശ്രയിക്കുന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ വലിയ അതാണ് ഇതിന്റെ ഈ യുദ്ധത്തിന്റെ അല്ലെങ്കിൽ യുദ്ധസമാന സാഹചര്യത്തിന്റെ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ഇപ്പോഴത്തെ ഈ സംഘർഷം അത് യുദ്ധത്തിലേക്ക് വഴിമാറിക്കഴിഞ്ഞാൽ അത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നത് ഉറപ്പാണ്.